8 മക്കളുള്ള ഒരു കുടുംബം. ഇളയ മകന് 2 വയസ്സ് മാത്രം പ്രായം. ജീവിത പങ്കാളി ഭർത്താവ് ആകസ്മികമായി മരണപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ആ അപ്പച്ചൻ്റെ ശവമഞ്ചത്തിൽ 8 കുഞ്ഞുമക്കളും ഭാര്യയും കൂടെ നിൽക്കുന്ന കാഴ്ച അത് ഹൃദയഭേദകമായിരുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാനിവിടെ പ്രതിപാദിച്ചത്. വലിയ ദുഃഖത്തിൻ്റെ നൊമ്പരത്തിലൂടെ കടന്നു പോകുമ്പോൾ അവരെ സഹായിക്കുവാനായിട്ട് പല വ്യക്തികളും വരികയുണ്ടായി. നമുക്കറിയാലോ, എത്രയൊക്കെ സഹായം ചെയ്താലും ഒരു ജീവിത പങ്കാളിയുടെ ഒരു അപ്പൻ്റെ വിടവ് നികത്താൻ പറ്റില്ല. എങ്കിലും ഓരോരുത്തർക്കും തന്നാലായത് ചെയ്യുവാനായിട്ട് സാധിക്കുമല്ലോ. രൂപത അവർക്ക് സാമ്പത്തികമായ സഹായങ്ങളും പഠന സൗകര്യങ്ങളുമെല്ലാം വാഗ്ദാനം ചെയ്തു. അതോടൊപ്പം തന്നെ നല്ലവരായ വ്യക്തികൾ, കുടുംബങ്ങൾ ആദ്യത്തെ 2 മക്കളുടെ പഠന ചെലവെല്ലാം ഏറ്റെടുത്തു. സ്നേഹമുള്ളവരെ, അങ്ങനെ പതുക്കെ പതുക്കെ ആ കുടുംബം മുമ്പോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷം. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ വലിയ തകർച്ചകളിലൂടെ കടന്നു പോകുമ്പോൾ, നമ്മളൊക്കെ പ്രതീക്ഷിക്കാത്ത തകർച്ചകളിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയെ സഹായിച്ചതുപോലെ ശിമയോന്മാരും നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് വരും. പ്രിയപ്പെട്ടവരെ, ചില ജീവിത സാഹചര്യങ്ങളിൽ ഞാനും നിങ്ങളുമൊക്കെ ശിമയോൻ്റെ പങ്ക് വഹിക്കേണ്ടി വരും. നമുക്കൊന്ന് കണ്ണു തുറന്ന് ചുറ്റുവട്ടം നോക്കാം. പ്രത്യേകിച്ച് വലിയ നോമ്പ് ആചരണത്തിൻ്റെ ഈ നാളുകളിൽ നമുക്ക് നോക്കാം, ഈ ശിമയോനെ പോലെ എൻ്റെ ശുശ്രൂഷ, എൻ്റെ സാന്നിധ്യം വേണ്ട സ്ഥലങ്ങൾ, സാഹചര്യങ്ങൾ എവിടെയാണ്? നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മെ സ്പർശിച്ച ഒത്തിരി വ്യക്തികളുണ്ട്. അവരെയൊക്കെ ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് ഓർക്കാം. വിവാഹം ആശീർവദിച്ച വൈദികനുണ്ട്, നമ്മയൊക്കെ വേദപാഠം പഠിപ്പിച്ച സിസ്റ്റേഴ്സുണ്ട്, അധ്യാപകരുണ്ട്, നമ്മെ നമ്മളാക്കി തീർത്ത വ്യക്തികൾ ഒരുപാടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവരെയൊക്കെ ഈ ദിവസങ്ങളിൽ സാധിക്കുമെങ്കിൽ സന്ദർശിക്കുകയാണെങ്കിൽ അത് വലിയൊരു സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. കാരണം എന്താ, ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിൽ ശിമയോനെ പോലെ നമുക്കും സാന്നിധ്യം ഇവരുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് കൊടുക്കുവാനായിട്ട് സാധിച്ചാൽ ജീവിതം ധന്യമായി. ആയതിനാൽ നമുക്കറിയാലോ, ഈ ചെറിയവരിൽ ഒരുവിനെ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് ഈശോ പറഞ്ഞിട്ടില്ലേ? നമുക്കും കണ്ണുകൾ തുറക്കാം, പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായെ, ഞങ്ങളെ അങ്ങേ കുമ്പിട്ടാരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ആമേൻ.